ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ വീട്ടിലിരുന്ന് തളർന്നപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, "എന്നാ വാ വൈകുന്നേരം നമുക്കൊരു വാക്ക് പോകാം." അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. അവൾ നല്ല കുളിച്ച് സുന്ദരിയായിട്ട് ദേ വരുന്നുണ്ട്. ഞാൻ പിന്നെ കുളിക്കാണ്ട് തന്നെ സുന്ദരിയായിട്ട് നടന്നു. 10 രൂപയുടെ ഒരു ബോട്ടിൽ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് നടന്നു. പോകുന്ന വഴിക്ക് തളർന്നാലോ എന്ന് വിചാരിച്ചു. എന്നാൽ നടന്നൊരു 100 മീറ്റർ എത്തിയപ്പോൾ തന്നെ ജ്യൂസ് ബോട്ടിലൊക്കെ കാലിയായി. ഞാൻ വലിച്ചെറിഞ്ഞിട്ടാട്ടോ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഏതാ സ്ഥലമെന്ന് കരുതി നോക്കി. ഇത് കരമന റിവറിൻ്റെ സൈഡാണ്. അപ്പോൾ കരമനയിൽ ഞാൻ ഒരുപാട് കാലം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സ്ഥലം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ അനിയത്തിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഒരു താങ്ക് യു പറയാണ്. അപ്പോൾ അവൾ മുൻപ് 2 പ്രാവശ്യം ഇവിടെ നടക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെയും കൂട്ടി വരുന്നത്. പട്ടീനെ അവൾക്ക് നല്ല പേടിയുണ്ട്. ഓപ്പോസിറ്റിൽ വരുന്ന ഇതിനെ രണ്ടിനെയും കണ്ടപ്പോൾ തന്നെ അവൾ സൈഡ് ഒതുങ്ങി. എന്നാൽ ഞാൻ അതൊന്നും വകവച്ചിട്ടില്ല. 2-3 വീഡിയോസൊക്കെ പിടിച്ച് നടന്നു. അപ്പോൾ എനിക്ക് എന്തായാലും സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു. സ്ഥലം മാത്രമല്ല, വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതൊക്കെ നല്ല രസമുള്ളതാണ്. 2-3 കൊതുകൊക്കെ അവിടെ ഇവിടെ കടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വകവെച്ചിട്ടില്ല. വീഡിയോ എടുക്കുന്ന തിരക്കിൽ പിന്നെ കൊതുകിനെ മറന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലൊരു രസമുണ്ട്. ഇത് കണ്ടോ എന്താ ഭംഗിയല്ലേ. ശരിക്കും ഞാനിത് പാലക്കാട് സൈഡൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ള സ്ഥിതിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദൂരെ നോക്കി അവർ കുളിക്കുക അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് സൂം ചെയ്തിട്ടില്ല. കുളിസീന് പിടിച്ചു എന്ന് പറയരുതല്ലോ അവസാനം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സാധനം കിട്ടി. പക്ഷേ അത് ചീത്തയായിരുന്നു. അതുകൊണ്ട് ഞാനത് വലിച്ചെറിഞ്ഞിട്ട് നടന്നു. അപ്പോൾ ഇതെന്താ ഇവിടെ കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു, ഇവിടെ ബോട്ട് വിടാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ റെഡിയാക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം. ഫ്യൂച്ചറിൽ ഈ സ്ഥലങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ്. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ നടക്കാമല്ലോ. വാവ്, ഇത് നോക്കി എന്താ അല്ലേ പറയുക. ഞാൻ തന്നെ ആക്ച്വലി ഷോക്കായി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടോ എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും അതിൻ്റേതായ ഒരു ഷോക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലീസിനായാലും ഫ്രണ്ട്സിനായാലും കപ്പിൾസിനായാലും ഇവിടെ വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഈവനിങ് ടൈം വന്നാൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഉച്ച സമയങ്ങളിലായാലും ഇവിടെ അധികം വെയിലൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നല്ല വെള്ളച്ചാട്ടം പോലെയുണ്ട്. ഈ ഡാമിൻ്റെ ഫീലൊക്കെയാണ് എനിക്കിവിടെ തോന്നിയത്. പിന്നെ ഞങ്ങൾ നടന്നു ദേ നമ്മുടെ ആ ഒരു പഴം, ഈ പഴത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ എവിടെ കണ്ടാലും ഞങ്ങളിത് പറിച്ച് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. നോക്കിയിട്ടിരിക്കുമ്പോഴേ നോക്കി നമ്മുടെ മറ്റേ മൃദുൻ എന്താ പറയുക, അവരെ പ്രവീൺ മൃദുലയൊക്കെ ഇല്ലേ, അവരെ പോലത്തെ ഒരു ആളുകളെയൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയൊക്കെ ഇരുന്നു. അങ്ങനെ ഞാനും അവളും കുറച്ച് സമയമൊക്കെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ തിരിച്ച് നടക്കാമല്ലോ, ഇരുട്ടി തുടങ്ങി. അങ്ങനെ ഇരുട്ടി തുടങ്ങിയാൽ ഇവിടെ ഇരുട്ടൊന്നും അറിയില്ല, പക്ഷേ ശരിക്കും ഒരു 6-6:15 ആയിട്ടുണ്ട് ടൈം. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ തിരിച്ച് പോവാണ്. ഇവിടെ താഴെ നോക്കി ആളുകൾ ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ അടുത്തുള്ള ആളുകൾ ഇടയ്ക്ക് ഇവിടെ വന്നൊന്ന് കാണുക. ബൈ ബൈ.